കഴിഞ്ഞ 10 വർഷം നീണ്ട ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ നേരിട്ട വലിയ ധാർമ്മികവും രാഷ്ട്രീയവുമായിട്ടുള്ള പല പ്രതിസന്ധികളുമുണ്ട്. ഇപ്പോൾ 7 മനുഷ്യരെ മാവോയിസ്റ്റ് മുദ്ര ചാർത്തി വെടിവെച്ച് കൊന്ന പോലുള്ള സംഭവം. അതല്ലെങ്കിൽ ഈ നവകേരള യാത്ര പോലെയുള്ള കെട്ടുകാഴ്ചകൾ നടത്തിയതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, അല്ലെങ്കിൽ അതിഭയാനകമായ സാമ്പത്തിക പ്രതിസന്ധി, ഇങ്ങനെ പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. ശബരിമല സ്വർണ്ണ കൊള്ള അടക്കമുള്ള കാര്യങ്ങൾ, ഇതൊക്കെ സർക്കാരിൻ്റെ പ്രതിച്ഛായയെ ബാധിച്ച കാര്യങ്ങളാണ്. ആ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും പാർട്ടിക്കാർക്ക് ഒരു തരത്തിലും ന്യായീകരിക്കാനോ നീതീകരിക്കാനോ പറഞ്ഞു നിൽക്കാനോ പറ്റാത്ത ഒന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട മാസപ്പടി കേസ്. ഈ കരിമണൽ കർത്ത എന്ന് പറഞ്ഞ വിവാദ വ്യവസായിയിൽ നിന്ന് പണം കൈപ്പറ്റാത്തവരായിട്ട് എറണാകുളം ജില്ലയിൽ ഒരു രാഷ്ട്രീയ നേതാവ് ഉണ്ടായിരുന്നില്ല. കേരള സംസ്ഥാനത്ത് തന്നെ കുറവായിരുന്നു. ലീഗിൻ്റെ നേതാക്കന്മാർ വാങ്ങിയിട്ടുണ്ട്, കോൺഗ്രസ്സുകാർ വാങ്ങിയിട്ടുണ്ട്, വലിയ വലിയ നേതാക്കൾ വാങ്ങിയിട്ടുണ്ട്, ഉമ്മൻചാണ്ടി ചെന്നിത്തലടക്കം വാങ്ങിയിട്ടുണ്ട്, CPIയുടെ നേതാക്കന്മാർ വാങ്ങിയിട്ടുണ്ട്, CPMൻ്റെ നേതാക്കന്മാർ വാങ്ങിയിട്ടുണ്ട്, BJPക്കാരും വാങ്ങിയിട്ടുണ്ട്. പണം വാങ്ങാത്തതായിട്ട് ഒരുപക്ഷെ VM സുധീരൻ ഉണ്ട്, പിന്നെ മാത്യു കുഴൽനാടനും ഉണ്ടാവും. കാരണം അദ്ദേഹം കുറച്ച് വൈകിട്ടാണ് കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു എൻട്രി ഉണ്ടായത്, അതുകൊണ്ടാണ്. ബാക്കി എല്ലാവരും തന്നെ പണം വാങ്ങിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട മാധ്യമ സ്ഥാപനങ്ങൾ വാങ്ങിയിട്ടുണ്ട്, സമുദായ സംഘടനകൾ വാങ്ങിയിട്ടുണ്ട്, പലരും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ പണം വാങ്ങിയെന്നുള്ളൊരു വിഷയമല്ല. പക്ഷേ ഇവിടെ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസുകാർ നടത്തിയ പരിശോധനയിൽ മാസാമാസം പണം കൊടുത്തായിട്ട് കാണുന്നു. അത് മാസപ്പടി എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. ഒരു സംഖ്യ ബൾക്കായിട്ട് പിണറായി വിജയൻ കൊടുത്താൽ കുഴപ്പമില്ല, അദ്ദേഹം വാങ്ങിയതിന് രേഖയുണ്ട്, അദ്ദേഹം നിഷേധിച്ചിട്ടുമില്ല, നിഷേധിക്കാനും പറ്റില്ല. അത് പറഞ്ഞേക്കാം പാർട്ടിയുടെ ആവശ്യത്തിന് വാങ്ങിയതാണ്, അല്ലെങ്കിൽ കർത്താവിൻ്റെ നിന്ന് കൈവായ്പ വാങ്ങിയതാണെന്നൊക്കെ പറയും. ഇവിടെ അങ്ങനെയല്ലോ, മാസം പേയ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എക്സാലോജിക് എന്ന് പറഞ്ഞാൽ വീണയുടെ മാത്രം ഉടമസ്ഥയിലുള്ള ഒരു കമ്പനിക്ക് മാസം 3 ലക്ഷം രൂപ, വീണയ്ക്ക് വ്യക്തിപരമായിട്ട് 5 ലക്ഷം രൂപ. ഈ ആദ്യത്തേത് പോട്ടേന്ന് വയ്ക്കാം. രണ്ടാമത്തെ എന്ത് ന്യായീകരണമുള്ള ഒരു കമ്പനിയുടെ ഉടമയ്ക്ക് 5 ലക്ഷം വീതം മാസം കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് വ്യക്തമായിട്ടും അഴിമതിയാണ്, അധാർമികമായിട്ടുള്ളൊരു പേയ്മെൻ്റ് ആണെന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയമില്ല. അത് പാർട്ടിക്ക് നിഷേധിക്കാനും പറ്റിയില്ല, പാർട്ടി നേതാക്കന്മാർക്ക് നിഷേധിക്കാൻ പറ്റില്ല. ഈ വീണയുടെ കമ്പനി എന്ന് പറയുന്നത് ഒരു കടലാസ് കമ്പനിയാണ്. അതിൽ പ്രത്യേകിച്ച് സ്റ്റാഫോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ജോലിക്കാരോ സാങ്കേതിക വിദഗ്ധരാരുമില്ല, കൺസൾട്ടൻസി വാങ്ങുന്നു. ഇതേ സമയത്ത് തന്നെ ഇതേ CMRL എന്ന് പറഞ്ഞ കമ്പനി വേറൊരു സ്ഥാപനത്തിന് ഇതേ ജോലി കൊടുത്ത് അവരെ കൊണ്ട് ജോലി ചെയ്യും. അപ്പോൾ ജോലി ചെയ്യാനായിട്ട് ഒരു കമ്പനി, കൺസൾട്ടൻസിയുടെ ഫീസ് മാസം വാങ്ങാനായിട്ട് വേറൊരു കമ്പനിക്ക് കൊടുക്കുന്നത് കൂടാതെ കമ്പനി ഉടമയ്ക്ക് അതിനേക്കാൾ വലിയ സംഖ്യ കൊടുക്കുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള തട്ടിപ്പ്, നിയമ ലംഘനമൊക്കെ വളരെ വ്യക്തമാണല്ലോ. അപ്പോൾ ഇത് പുറത്തു വരുന്നു, ഇത് മാധ്യമങ്ങളിൽ വാർത്തയാവുന്നു, അതിനെ ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. ഇതാണ് ആദ്യഘട്ടത്തിൽ സംഭവിക്കുന്നത്. ഈ ഇടതുപക്ഷത്തിൻ്റെ പരാജയത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട സംഭവങ്ങളിൽ ഒന്ന്, പാർട്ടിക്കാർക്ക് തന്നെ ഇന്നുവരെ ബോധ്യമാകാത്ത എക്സാലോജിക്കിൻ്റെ ഇടപാടാണ്. 8 ലക്ഷം രൂപ മാസം മുഖ്യമന്ത്രിയുടെ മകൾക്കിടും എന്നുള്ള സംഭവം. അതിന് ഏതൊക്കെ തരത്തിലുള്ള ന്യായീകരണങ്ങൾ കൊടുത്താലും ആളുകൾക്ക് ബോധ്യം വന്നിട്ടില്ല. ഇതിനെ ന്യായീകരിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട രണ്ടുപേരും, ഒരാൾ AK ബാലനും മറ്റത് MV ഗോവിന്ദനുമാണ്. രണ്ടുപേരും വ്യാഖ്യാനങ്ങൾക്ക് ശേഷം ജനങ്ങൾക്ക് ഇതിനുള്ള സംശയം വർദ്ധിക്കുകയല്ലാതെ ഒട്ടും തന്നെ കുറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നു. പിന്നെ അടുത്ത ഘട്ടത്തിൽ നിയമത്തിൻ്റെ വഴിക്ക് പോകും എന്ന് പറയുന്നു. ഇദ്ദേഹം മുഖ്യമന്ത്രി അല്ലാതായതിനു ശേഷം, പ്രതിപക്ഷ നേതാവായതിനു ശേഷം വാടക വീട് റെഡി. അപ്പോൾ പാർട്ടിക്കാരെ ഇടപെടുത്തുന്നു, പാർട്ടിക്കാർ വന്ന് വലിയ സമരം നടത്തുന്നു, എൻഫോഴ്സ്മെൻറ്റ് ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്നു, അവരുടെ വാഹനം തടയുന്നു, അതിൻ്റെ പേരിൽ ക്രിമിനൽ കേസാവുന്നു. കുറേ സഖാക്കൾ ജാമ്യം കിട്ടാതെ കുറച്ചധികം ദിവസം ജയിലിൽ കിടക്കും. ഏറ്റവും അവസാനം ഹൈക്കോടതിയിൽ നിന്ന് കർശനമായ വ്യവസ്ഥകളോട്ടാണ് ഈ പ്രതികൾക്ക് ജാമ്യം കിട്ടിയത്. അതിനുശേഷം പാർട്ടി നിലപാട് മാറ്റും. ഈ വക കാര്യങ്ങളൊന്നും പാർട്ടി ഇടപെടേണ്ടതില്ല, പിണറായി വിജയനെതിരായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മകൾക്കെതിരായിട്ടാണ് അന്വേഷണം നടക്കുന്നത് എന്ന രീതിയിൽ പോകും. അത് കഴിഞ്ഞ് റെയ്ഡിൻ്റെ 2ാം ഘട്ടം ഉണ്ടാകുന്നു. ഇപ്പോൾ വീണ മാത്രമല്ല, എൻഫോഴ്സ്മെൻറ്റിൻ്റെ റഡാറിൽ വീണയുടെ ഭർത്താവും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മുൻ മന്ത്രിയുമായിട്ടുള്ള മുഹമ്മദ് റിയാസ് കൂടി വരും. റിയാസിൻ്റെ വീട് ആദ്യഘട്ടത്തിൽ തന്നെ എൻഫോഴ്സ്മെൻറ്റ് റെയ്ഡ് ചെയ്തതാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ, അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരികളായിട്ടുള്ള ആളുകളുടെ വീടുകൾ കൂടി റെയ്ഡ് ചെയ്യുന്നു, സ്ഥാപനങ്ങൾ കൂടി റെയ്ഡ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനൊരു സാഹചര്യത്തിൽ ഇതിൻ്റെ ഫോക്കസ് മാറുകയാണ്. ഇപ്പോൾ പിണറായി വിജയൻ മാത്രമല്ല, റിയാസും ഈ കൊടുക്കൽ വാങ്ങൽ പ്രക്രിയയുടെ ഭാഗമായിരുന്നു എന്നുള്ള കാര്യം ഇപ്പോൾ വ്യക്തമാകും. അപ്പോൾ കൂടുതൽ ന്യായീകരണങ്ങളുടെ സമയമാണ്. മുഹമ്മദ് റിയാസ് രംഗത്ത് വരുന്നു. ഇത് പരിശോധനയിൽ ഒന്നും കിട്ടിയിട്ടില്ല,
വെറുതെ ഉണ്ടയില്ലാ വെടിയാണ് മാധ്യമങ്ങൾ പൊട്ടിക്കുന്നത് എന്ന് പറഞ്ഞ് തീരുമ്പോഴത്തേക്കും നാക്കെടുക്കുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും? എൻഫോഴ്സ്മെൻറ്റുകാരുടെ പത്രക്കുറിപ്പ് വരും. ഇത് മാസപ്പടി മാത്രമല്ല, ഇതിനകത്ത് ഹവാല ഇടപാടുണ്ട്, വിദേശ നാണയ വിനിമയ ചട്ടത്തിൻ്റെ ലംഘനമുണ്ട്. വിദേശ ഇവിടെ നിന്ന് പണം വിദേശത്തേക്ക് കടത്തിയിരിക്കേണ്ടത് റിവേഴ്സ് ഹവാല എന്ന് പറഞ്ഞ പ്രക്രിയ കൂടി ഇതിൻ്റെ അത് നടന്നിട്ടുണ്ട് എന്ന് പറയും. അപ്പോൾ ഇത് എല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ പാർട്ടി വലിയ പ്രതിസന്ധിയിലാണ്. കാരണം പാർട്ടിയുടെ ഏറ്റവും വലിയ നേതാവ് കേരളത്തിലെന്നല്ല ഇന്ത്യയിലെ തന്നെ കൊല്ലിനും കൊലക്കും അധികാരമുള്ള നേതാവാണ് പിണറായി വിജയൻ. കാര്യം അഖിലേന്ത്യാ സെക്രട്ടറിയുണ്ട്, എം.എ. ബേബിയുണ്ട്, പോളിറ്റ് ബ്യൂറോയിൽ വേറെ പല ദുരന്തന്മാരും ഉണ്ടെങ്കിൽ ഇവർക്കൊന്നും യാതൊരു വോയിസും ഇല്ല. CPM-നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം അതിന് ഒരേ ഒരു മുതലാളിയേ ഉള്ളൂ, അത് പിണറായി വിജയൻ. ആ മുതലാളിയുടെ കുടുംബവും ഇങ്ങനെ വലിയ ഒരു പ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുന്നു. ഒരു ഭാഗത്ത് ഇന്ത്യ ഗവൺമെൻറ്, മറുഭാഗത്ത് കേരള ഗവൺമെൻറ്, ഒരു ഭാഗത്ത് എൻഫോഴ്സ്മെൻറ്റ്, ഒരു ഭാഗത്ത് ഇൻകം ടാക്സ്, മറുഭാഗത്ത് വേണമെങ്കിൽ നാളെ CBI വരാം. ഈ നിലയിൽ നിൽക്കും. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരൊറ്റ നേതാവ് പോലും ഇന്നേ ദിവസം വരെ, ഈ സമയം വരെ ഇവരെ പിന്തുണച്ച് രംഗത്ത് വന്നിട്ടില്ല. കാരണം അവർക്കും അറിയാം ഇതിൽ പിന്തുണക്കുന്നവരും അടുത്ത ഘട്ടത്തിൽ അപമാനിതനാകും, അപഹാസ്യനാകും എന്നുള്ള കാര്യം. അപ്പോൾ ആ രീതിയിലൊരു വലിയ ധാർമ്മികവും രാഷ്ട്രീയവുമായ പ്രതിസന്ധിയിലാണ് ഇപ്പോൾ CPM പെട്ടിരിക്കുന്നത്. പാർട്ടിക്ക് ആകെ ചെയ്യാവുന്ന കാര്യം ഇത് പിണറായി വിജയൻ്റെ കുടുംബകാര്യമാണ്. അല്ലെങ്കിൽ വീണയുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധമില്ല. അവർ അഴിമതി നടത്തിയിട്ടുണ്ടെങ്കിൽ അവരെ പോലീസ് പിടിക്കട്ടെ, ഉപ്പ് തന്നവൻ വെള്ളം കുടിക്കട്ടെ എന്ന നിലപാട് സ്വീകരിക്കലാണ്. വേറെ ഏത് നേതാവാണെങ്കിലും പാർട്ടി ഇതേ നിലപാട് സ്വീകരിക്കുമല്ലോ. അതെ, കോടിയേരി ബാലകൃഷ്ണൻ്റെ അനുഭവം നമുക്കറിയാലോ. അതെ. കോടിയേരിയുടെ മകൻ്റെ കേസുണ്ടെങ്കിൽ മയക്കുമരുന്ന് കേസ് ബിനീഷ് കോടിയേരിയുടെ വ്യക്തിപരമായ വിഷയമാണ്. പാർട്ടി അതിന് ഒരു കാരണവശാലും പിന്തുണയ്ക്കുകയില്ല. അതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന വിഷയങ്ങൾക്ക് ഞങ്ങൾക്ക് അതിൽ താല്പര്യവുമില്ല എന്ന് പറഞ്ഞ് ഒഴിയുക ചെയ്ത്. എന്ന് മാത്രമല്ല, കോടിയേരി ബാലകൃഷ്ണനെ കൊണ്ട് പാർട്ടിയിൽ നിന്ന് കുറച്ച് കാലത്തേക്ക് ലീവ് എടുപ്പിച്ചു. 2021 തെരഞ്ഞെടുപ്പ് സമയത്ത് വിജയരാഘവന് ചുമതല കൊടുത്തു. കറക്റ്റ്. അപ്പോൾ ആ രീതിയിലൊക്കെയുള്ള മാറ്റങ്ങൾ നടത്താൻ അവർ നിർബന്ധിതരായി. ഇവിടെ അതൊന്നും സംഭവിക്കുന്നില്ല. ഇവിടെ പുത്രിയെ പരിത്യാഗവും ഉണ്ടാകുന്നില്ല, അഗ്നിപരീക്ഷ ഉണ്ടാകുന്നില്ല. അതിന് പകരം വെറുതെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുകയാണ്. ഇതൊക്കെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെ ആക്ഷേപിക്കാനുള്ള കുത്സിത ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് പറഞ്ഞാൽ അതൊക്കെ വിശ്വസിക്കുന്ന ആളുകൾ ഇന്നിപ്പോൾ പാർട്ടിയിൽ പോലുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ മാസപ്പടി വിവാദം ഉണ്ടാക്കിയ തുടർ ചലനങ്ങൾ